ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാവ്യ ടോക്കീസ്. അപ്പം ഇന്ന് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ക്ലീനിങ് മൈ റൂം. അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, പക്ഷേ നല്ല പൊടിയുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല പൊടിയൊക്കെ ആയിട്ട് ഈ റൂം കുളമായിട്ട് കിടക്കുവാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഇവിടെ അല്ലല്ലോ നിൽക്കുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വരും, കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, പിന്നെ പോകും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ റൂം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോയും എടുക്കാം, ക്ലീനും ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു ത്വര വരും. എനിക്ക് ആ ത്വര കുറേ നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ജനലിൽ ഞാൻ മെയിനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ ഫാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂമിൽ എന്തോരം പൊടിയുണ്ടെന്ന്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വെള്ള ഫാൻ വെക്കരുത്. ഫുൾ അഴുക്കായിരിക്കും, ഫുൾ പൊടിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂമിലെ ഓരോരോ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ക്ലീൻ ചെയ്യാം. കുളിച്ചിട്ടുള്ള തോർത്തൊക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്കിത് ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ, കുറേ നാളായി. എൻ്റെ ഒരു ടെഡി ബെയർ, എൻ്റെ വേറെ ടെഡി ബെയർ. ഇതിനകത്ത് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടോ, ഒരു തല, അതൊരു ബാർബി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാം. ഇത് വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ്, എന്നാലും ഇതിനകത്ത് നമ്മൾ ഈ പേപ്പറൊക്കെ ഇടുമല്ലോ, ആ സംഭവമൊക്കെ ഒന്ന് മാറ്റി ഈ സംഭവത്തിൽ നിന്ന് തുടങ്ങാം. ആൻഡ് ഈ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്തേക്ക് പറക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം പൊടിയാവും. സോ ഇതിപ്പം ഞാൻ വന്നപ്പം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നതെല്ലാം കൂടി ഇവിടെ തട്ടിയേക്കും. അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് പറക്കി വെക്കണം. ആൻഡ് ഈ സംഭവം ശരിയാക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഇത് റൂമിൽ വെക്കുന്ന സാധനമല്ല, ഇത് കിച്ചണിൽ വെക്കാനായിട്ട് നമ്മൾ പണിതൊരു സംഭവമാണ്. പക്ഷേ കിച്ചണിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അന്ന് അമ്മ എനിക്ക് തന്നു. അമ്മ പറഞ്ഞത് നീ എടുത്തോ, നീ വെച്ചോളൂ. അങ്ങനെ ഞാനിത് എന്താണ് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ബുക്സൊക്കെ ആയിരുന്നു ഞാൻ വെക്കുന്നത്. ഇപ്പോൾ പഠിക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുക്കൊന്നുമില്ല. അങ്ങനെ ഇതിനകത്ത് കുറേ ഈ അലവലാതി എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് ഓൾറെഡി കുറച്ച് അത്യാവശ്യം അടുക്കി വെച്ചേക്കുവാണ്. എന്നാലും നമുക്കിതൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാനിപ്പം ഫാനിൻ്റെ പൊക്കത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് തുടച്ച് ഇതൊക്കെ മാറ്റി വീണ്ടും തിരിച്ചകത്തേക്ക് കയറ്റുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മുകളിലത്തെ പോർഷൻ ഫുൾ ക്ലീൻ ചെയ്തു, താഴത്തെ പോർഷൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സംഭവങ്ങളെല്ലാം ഞാൻ പെറുക്കി ആ മിഡിൽ പോർഷനിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനും ഇതുമാണ്. ഇത് നോർമലി സാധാരണ പഴയ വീടുകളിലെല്ലാം ഉള്ള ഒരു അലമാരയാണല്ലോ. ഇതിൽ നമ്മൾ പെയിൻറ്റ് മാറ്റിയതാണ്. ഈ പെയിൻ്റൊന്നും ആയിരുന്നില്ല. ഒരു യമണ്ട ഒരു അലമാര.
ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇങ്ങനെയുള്ള അലമാരയൊന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ ഈ ഭിത്തിയിൽ തന്നെ ഉള്ള അങ്ങനെയുള്ള ഷെൽഫൊക്കെ ആയിരിക്കും. ഇത് ഇപ്പം ഈ വീടിന് എൻ്റെ പ്രായം ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ 26-27 വർഷത്തെ പഴക്കമുള്ള വീടാണ്. അന്നോട്ടേ ഉള്ള സാധനങ്ങൾ ഈ വീട്ടിലുണ്ട്. അപ്പം ഒരു പഴയ വീടിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ വൃത്തിയാക്കണം. ഇതും പഴയ വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ്. ഈ ഭിത്തിയിലുള്ള ഇങ്ങനെയുള്ള അലമാര വിത്ത് ഗ്ലാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന സാധനം നമുക്കറിയാം. അപ്പം ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ ഞാൻ ഇളക്കണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്. കാരണം കുറേ ബുക്സും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ധന്യ പഠിച്ചത് ഞാൻ പഠിച്ചതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ എൻജിനീയറിങ്ങിൻ്റെയും ഫിസിക്സിൻ്റെയും ഒക്കെ കുറേ സംഭവങ്ങൾ മുകളിലിരിപ്പുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ പോർഷനിലൊന്നും വലുതായിട്ടൊന്നും ഇല്ല. എന്നാലും നമുക്കൊന്ന് ഇളക്കി ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കാം. ആ ഒരു പോർഷനും അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തു. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വേറൊരാൾ വീട് മുഴുവൻ ക്ലീൻ ആക്കുന്നു. പണി കോമഡിയാണ്. ഒരാൾ കണ്ടു ജനലിലൊക്കെ തൂങ്ങിക്കിടന്നു. ടാർസനെ പോലെയൊക്കെയാണ് വീട് ക്ലീൻ ആക്കുന്നത്. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തറ തുടയ്ക്കണം, പുതപ്പൊക്കെ ഒന്ന് മാറ്റണം. അത് ഫുൾ പൊടിയായി. അത്ര പരിപാടിയുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സംഭവം ഞാൻ കാണിച്ചു തരാം.